അതായത് ഒരു ആസ്മ ഉള്ള ഒരു കൊച്ചിന്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ പാരന്റ് പറയുകയാണ് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പിന്നീട് കുഞ്ഞിന് സ്ട്രെസ് ലെവലൊക്കെ കൂട്ടും. സ്ട്രെസ് ലെവലൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ആസ്മ വീണ്ടും സിവിയർ ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഈ ഓപ്ഷൻ സി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലോമിഫെൻ സിട്രേറ്റ് യെസ് എന്താണ്? യെസ് ഓപ്ഷൻ എ ആണ് ഇൻഡ്യൂസ് ഓവുലേഷൻ അല്ലെ? ഓവുലേഷൻ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് സൗദി പ്രൊമെട്രിക് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സൗദി പ്രൊമെട്രിക് എക്സാം ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ പഠിക്കുകയാണ്, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു എക്സാം പാസ്സാകാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാവേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the parent of a child with chronic asthma is hesitant to discipline because the child often doesn't feel well. Yes. The nurse should encourage the patient to. അതായത് എന്താ ക്വസ്റ്റ്യൻ പറയുക? ഈ പറയുന്ന അതായത് ഒരു ആസ്മ ഉള്ള ഒരു കൊച്ചിന്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ പാരന്റ് പറയുകയാണ് കുഞ്ഞിനെ യൂഷ്വലി ഡിസിപ്ലിൻഡ് ആയിട്ടൊന്നും നോക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ കൊച്ചിന് വയ്യ അല്ലെ, കുഞ്ഞിനെ വയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരിക. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ പാരന്റിന് കൊടുക്കുക? ഓക്കെ, സോ ദ നഴ്സ് ഷുഡ് എൻകറേജ് ദ പേഷ്യന്റ്. എന്താണ് ഓപ്ഷൻ എ ഈസ് സെറ്റ് കൺസിസ്റ്റന്റ് ബിഹേവിയറൽ ലിമിറ്റ്സ് അല്ലെ? അതായത് കൃത്യമായിട്ടുള്ളൊരു ബിഹേവിയറൽ ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുക. ഓപ്ഷൻ ബി ബി മോർ ലീനിയൻ ഡ്യൂറിങ് ടൈംസ് ഓഫ് ഇൽനെസ്. അതായത് രോഗമുള്ള അവസ്ഥയിൽ കുറച്ച് ലീനിയന്റ് ആയിട്ടിരിക്കുക, നമ്മൾ ഒരുപാടൊന്നും കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാനൊന്നും പോകാതിരിക്കുക. ഓപ്ഷൻ സി ചെറിഷ് ദ ലിമിറ്റഡ് ടൈം ദ ചൈൽഡ് ഹാസ് ടു ലിവ്. എന്താ കുഞ്ഞിന്റെ ജീവിതത്തിലെ കുറച്ച് സമയമൊക്കെ ഉള്ളൂ, അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യുക? ചെറിഷ് ചെയ്യുക. ഓപ്ഷൻ ഡി അവോയ്ഡ് അപ്സെറ്റിംഗ് ദ ചൈൽഡ് വിത്ത് ലിമിറ്റ് സെറ്റിംഗ്. നമ്മൾ ലിമിറ്റ് സെറ്റിംഗ് ഒന്നും കൊടുക്കാണ്ട് കുഞ്ഞിനെ അപ്സെറ്റ് ചെയ്യാണ്ട് നമ്മൾ നോക്കുക. ഇതാണ് ഓപ്ഷൻ ഡി. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് കുഞ്ഞിന് വേറെ സംഗതി ഒന്നുമില്ല, ക്രോണിക് ആസ്മയാണ് അല്ലെ? കുഞ്ഞിന് ക്രോണിക് ആസ്മയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയില്ല എങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പിന്നീട് കുഞ്ഞിന് സ്ട്രെസ് ലെവലൊക്കെ കൂട്ടും. സ്ട്രെസ് ലെവലൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ആസ്മ വീണ്ടും സിവിയർ ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്താണ് എൻകറേജ് ചെയ്യാൻ കഴിയുക? യെസ് ഓപ്ഷൻ എ ആണല്ലേ. നോക്കി, സെറ്റ് കൺസിസ്റ്റന്റ് ബിഹേവിയർ ലിമിറ്റ്സ്. അതായത് നമ്മൾ വളരെ നയമായിട്ട് തന്നെ പറയുക ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിക്കുക, ഇതാണ് നിന്റെ ലിമിറ്റേഷൻ, ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ് പേഷ്യന്റ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ, എ nurse is caring for a patient who had a pneumonectomy 2 days ago for lung cancer. പേഷ്യന്റ് ലങ് ക്യാൻസർ ആയിരുന്നു. 2 ദിവസം മുന്നേ പേഷ്യന്റ് ന്യൂമോണക്ടമി അണ്ടർഗോ ചെയ്തു. Which observation would indicate that the patient is progressing towards a discharge goal? അതായത് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു ഡിസ്ചാർജ് ഗോളിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഇൻഡിക്കേഷൻ എന്ത് ഒബ്സർവേഷൻ ആണ്? നോക്കിയേ, ഓപ്ഷൻ എ cough productive of serosanguinous fluid. Option B 1+ pre-tibial edema. Option C nap after completing bed bath. ഓപ്ഷൻ ഡി ഫ്രീക്വന്റ് പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ്. അപ്പൊ എന്ത് ഫൈൻഡിങ് ആണ് പേഷ്യന്റ് ഒരു ഡിസ്ചാർജ് ഗോളിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നോക്കി, ഓപ്ഷൻ എ കോഫ് ആണ് പേഷ്യന്റ്. പ്രൊഡക്റ്റീവ് സിറോസാങ്കിനസ് ഫ്ലൂയിഡ് ഉണ്ട്, അതായത് ഒരു സിറസ് പിന്നെ അതുപോലെ തന്നെ സാങ്കിനസ് ആ രീതിയിലുള്ള ഫ്ലൂയിഡ് പേഷ്യന്റ് കോഫ് ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യോ? പേഷ്യന്റ് വീണ്ടും ന്യൂമോണിയ ആയിട്ട് തിരിച്ചു വരും അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. ഓപ്ഷൻ ബി നോക്കി, 1+ പ്രീ-ടിബിയൽ എഡിമ. പേഷ്യന്റ് എഡിമ ഉണ്ടല്ലേ? എഡിമ ഉണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ ഫെർദർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? നോക്കി, അതുകൂടാതെ ഇവിടെ ലങ് ക്യാൻസർ ആണ്. അപ്പൊ ന്യൂമോണക്ടമിയാണ് ചെയ്തത് എന്ന് വെച്ചാൽ എന്താണ്? റിമൂവൽ ഓഫ് ലങ് അല്ലെ? ഒരു ലങ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ പേഷ്യന്റ് യൂഷ്വലി ഒരു ലങ്ങിൽ അല്ലെങ്കിൽ എയർ ഒന്നും ഹോൾഡ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം പേഷ്യന്റ് മിക്കവാറും ഒരു ലങ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? സോ നോക്കി, ഓപ്ഷൻ ഡി
ഫ്രീക്വന്റ് പ്രിമച്ചർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ എന്താണ്? അതൊരു കാർഡിയാക് കോംപ്ലിക്കേഷൻ അല്ലേ? പേഷ്യന്റ് വീണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നോക്കി ഒരു ബെഡ് ബാത്ത് ഒക്കെ കൊടുത്തതിന് ശേഷം പേഷ്യന്റ് കൃത്യമായിട്ട് ഉറങ്ങുകയാണ്. ദാറ്റ് മീൻസ് എന്താണ്? പേഷ്യന്റ് ഈസ് ഗെറ്റിംഗ് അഡ്ജസ്റ്റഡ് ടു ഹിസ് ലൈഫ് അല്ലെ? പേഷ്യന്റ് ഈ പറയുന്ന ഒറ്റ ലങ്സുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ പേഷ്യന്റ് അഡ്ജസ്റ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഈ ഓപ്ഷൻ സി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാ എ നോൺ ഇമ്മ്യൂണൈസ്ഡ് ചൈൽഡ് അപ്പിയേഴ്സ് അറ്റ് ദ ക്ലിനിക് വിത്ത് എ വിസിബിൾ റാഷ്. കുഞ്ഞ് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടില്ല, ഒരു വിസിബിൾ റാഷുമായിട്ട് ക്ലിനിക്കിലേക്ക് വരികയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ഇൻഡിക്കേറ്റ്സ് എ ചൈൽഡ് മേ ഹാവ് റുബിയോള. കേട്ടോ, കുഞ്ഞിന് റുബിയോള അല്ലെങ്കിൽ മീസിൽസ് ഉണ്ട് എന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഒബ്സർവേഷൻ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ കഴിയുക? ഓപ്ഷൻ എ, സ്മോൾ ബ്ലൂ വൈറ്റ് സ്പോട്സ് ആർ വിസിബിൾ ഓൺ ദ ഓറൽ മ്യൂക്കോസ. ഓപ്ഷൻ ബി, ദ റാഷ് ബിഗിൻസ് ഓൺ ദ ട്രങ്ക് ആൻഡ് സ്പ്രെഡ് ഔട്ട്വേർഡ്. ട്രങ്കിൽ റാഷ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഓപ്ഷൻ സി, ദർ ഈസ് ലോ ഗ്രേഡ് ഫീവർ. ഓപ്ഷൻ ഡി, ദ ലീഷൻസ് ഹാവ് എ ടിയർ ഡ്രോപ്പ് ഓൺ റോസ് പെറ്റൽ അപ്പിയറൻസ്. എന്തായിരിക്കാം? റുബിയോളയാണ്, മീസിൽസ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം? സസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഒബ്സർവേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് റുബിയോള അല്ലെങ്കിൽ മീസിൽസ് സസ്പെക്ട് ചെയ്യാൻ പറ്റുക? ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം അല്ലെ? നോക്കിയേ, റാഷ് ബിഗിൻസ് ഓൺ ദ ട്രങ്ക് ആൻഡ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ് ആണോ? അല്ല. ദർ ഇസ് എ ലോ ഗ്രേഡ് ഫീവർ. റുബിയോളയ്ക്ക് എന്താണ്? എപ്പോഴും ഹൈ ഗ്രേഡ് ഫീവർ അല്ലേ വരിക? റുബിയോളയ്ക്ക് ഹൈ ഗ്രേഡ് ഫീവർ ആണ് വരിക. നെക്സ്റ്റ്, ലീഷൻസ് ഹാവ് ടിയർ ഡ്രോപ്പ് ഓൺ റോസ് പെറ്റൽ അപ്പിയറൻസ്. എവിടെയാണ് അത് വരിക? യെസ്, ചിക്കൻ ബോക്സിലാണ് അത് വരിക അല്ലെ? ചിക്കൻ ബോക്സിലാണ് വരിക. അപ്പൊ നോക്കിയേ, എന്താണ്? യൂഷ്വലി നമ്മൾ കോപ്രി സ്പോട്ട് എന്നൊക്കെ പറയാറുണ്ടല്ലേ? അതായത് സ്മോൾ ബ്ലൂ വൈറ്റ് സ്പോട്സ് ആർ വിസിബിൾ ഓൺ ദ ഓറൽ മ്യൂക്കോസ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ? നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നോക്കിയേ, ക്ലോമിഫെൻ സിട്രേറ്റ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എ 32 years old woman ഫോർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. കേട്ടോ, ഒരു വുമണ് 32 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരിക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ക്ലോമിഫെൻ സിട്രേറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. The nurse should understand that this medication is used for which of the following actions. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ക്ലോമിഫെൻ സിട്രേറ്റ് യൂസ് ചെയ്യുക? നോക്കിയ ഓപ്ഷൻ എ, ഇൻഡ്യൂസ് ഓവുലേഷൻ. ബി, ഡിക്രീസ് പ്രൊലാക്റ്റിൻ ലെവൽ. സി, റെഡ്യൂസ് എൻഡോമെട്രിയോസിസ്. ഡി, സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്തായിരിക്കാം ക്ലോമിഫെൻ സിട്രേറ്റ്? യെസ്, എന്താണ്? യെസ്, ഓപ്ഷൻ എ ആണ് ഇൻഡ്യൂസ് ഓവുലേഷൻ അല്ലെ? ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി ഈ പറയുന്ന ക്ലോമിഫെൻ സിട്രേറ്റ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നോക്കിയേ, a nurse cares for a laboring client who receives epidural anesthesia for pain management. Which assessment data 30 minutes after placement prompts the nurse to notify the anesthesia provider? അല്ലെ? നോക്കിയേ, ഇവിടെ ഒരു ലേബറിംഗ് ക്ലയന്റ്, അതായത് ലേബർ പെയിനിലുള്ള ഒരു പേഷ്യന്റ് ആണ്. പേഷ്യന്റിന് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ കിട്ടിയിരിക്കുകയാണ്. എന്തിനാണ്? പെയിൻ മാനേജ്മെന്റ് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ തന്നിരിക്കുന്നതിൽ എന്ത് ഫൈൻഡിങ് ആണ് നിങ്ങൾ ഒരു അനസ്തീഷ്യ പ്രൊവൈഡറെ റീച്ച് ചെയ്യാനായിട്ട് കേട്ടോ നിങ്ങളെ പ്രേരിപ്പിക്കാം? ഓപ്ഷൻ എ നോക്കി, ബ്ലാഡർ ഡിസ്റ്റൻഷൻ. ഓപ്ഷൻ ബി, ടെമ്പറേച്ചർ ഓഫ് 100.1 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓപ്ഷൻ സി, ക്ലയന്റ് അണേബിൾ ടു ഡെമോൺസ്ട്രേറ്റ് പെഡൽ സ്ട്രെങ്ത്. ഓപ്ഷൻ ഡി, ക്ലയന്റ് റിപ്പോർട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. നോക്കി, പേഷ്യന്റ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ആണ്. അപ്പോൾ ബ്ലഡ് ഡിസ്റ്റൻഷൻ ഒക്കെ ഉണ്ടാകും അല്ലെ? ബ്ലഡ് ഡിസ്റ്റൻഷൻ ഉണ്ടാകും, പിന്നെ ടെമ്പറേച്ചർ ഉണ്ടാകും. അതും ഒരു 100.1 ആണ്, വളരെ ഒരു ലോ ഗ്രേഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാകും. ക്ലയന്റ് അൺഎബിൾ ടു ഡെമോൺസ്ട്രേറ്റ് പെഡൽ സ്ട്രെങ്ത് അല്ലെ? പെഡൽ സ്ട്രെങ്ത് പേഷ്യന്റിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല ആ സമയത്ത്. ഇവിടെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്? ക്ലയന്റ് റിപ്പോർട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അല്ലെ? അത് ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ പല രീതികളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ ABC നോക്കുക അല്ലെ? എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ, ആ ഒരു പ്രയോറിറ്റി നോക്കുക. രണ്ടാമത്തേത് നമ്മൾ ഓർക്കേണ്ടത് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ആണ് പേഷ്യന്റ് അല്ലെ? സപ്പോസ് അത് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ മുകളിലേക്ക്, സ്പൈനൽ കോഡ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റീച്ച് അപ് ടു അല്ലെ നമ്മുടെ ഈ ഡയഫ്രത്തിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി അറസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അനസ്തീഷ്യ പ്രൊവൈഡറിനെ നോട്ടിഫൈ ചെയ്യുക. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, റീസെന്റ് ആയിട്ട് ചോദിച്ച സൗദി പ്രൊമെട്രിക് എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്.
നന്നായിട്ട് പഠിക്കുക. സോ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ എല്ലാ എക്സാമിൻ്റെയും കോച്ചിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GCC എല്ലാ കൺട്രീസിൻ്റെയും കോച്ചിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ ടൈമിൽ പഠിക്കാം. കൂടാതെ നമുക്ക് ലൈവ് സെഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് സെഷൻസ്, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ലൈവ് സെഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആനിമേറ്റഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.